ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയായ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. ചില്ലി ചിക്കൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ വിനാഗിരി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാ ഞാനിപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കണം. അങ്ങനെ ഇതിപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായി ഓയിൽ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടാവട്ടെ. ഇതാ ഇപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രമേ ഇതുപോലെ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിത് ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ. അങ്ങനെ ഇതാ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ചിക്കൻ ഫുള്ളായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു കടായി ചൂടായതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലിൽ നിന്ന് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. കൂടെ ഇതിലേക്ക് 1 പീസ് ഇഞ്ചി കട്ട് ചെയ്തത്. ഫ്ലെയിമിന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ഇതളുകളായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. സവോള വെന്തുടയേണ്ട ആവശ്യമില്ല, പകുതി ഒന്ന് വെന്താൽ മതിയേ. ഇതായി ഇപ്പോൾ സവോള ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ്. ക്യാപ്സിക്കം കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും. ഇതായി ഇപ്പം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത് ചേർത്ത് കൊടുക്കണം. ഇതാ ഇപ്പോൾ കോൺഫ്ലവറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം എല്ലാ സമയത്തും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം, ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.